കപ്പില്ല, പിന്നെ ഓവനില്ല, ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കേക്ക് കാണിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയിൽ നമുക്ക് ഓവൻ വേണ്ട, നമുക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാറില്ല, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാണ്ടാണ് കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. കാരണം ചില പറയാറുണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ഉപ്പ് ചേർത്താലും എനിക്കാണ് ടേസ്റ്റ് തോന്നിയിട്ടില്ല. പക്ഷെ ഉപ്പ് ചേർക്കാണ്ട് നമുക്ക് കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കേക്ക് ബേക്ക് ചെയ്യണ കേക്ക് ടീൻ ഉണ്ടല്ലോ, അത് ആവശ്യമില്ല. അത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ വെക്കുന്ന ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ബട്ടർ പേപ്പറും ആവശ്യമില്ല. പിന്നെ മെഷറിംഗ് കപ്പുകളൊന്നും ആവശ്യമില്ല. നമ്മൾ ചായ ഉണ്ടാക്കുന്ന ക്ലാസ്സിലാണ് എല്ലാത്തിൻ്റെ അളവ് എടുക്കുന്നത്. പക്ഷേ ഈ സാധനങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞി പോലത്തെ കേക്ക് കിട്ടും. പിന്നെ കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തീ അങ്ങനെ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുക വരും. പിന്നെ നമ്മുടെ കേക്കൊക്കെ ആകെ അങ്ങോട്ട് കരിഞ്ഞു പോകും, കേക്കിൻ്റെ അടിഭാഗമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ കേക്കിനൊരു പുക ചുവയൊക്കെ വരും. അപ്പോൾ വലിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ച് വെക്കണം. പിന്നെ ചെറിയ ബർണറൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് ഒരുപാട് തീയായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പുകയ്ക്ക് വന്നിട്ട് ആകെ കേക്ക് നാശമായി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ വീഡിയോയുടെ അടിയിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇപ്പോൾ ആരെയും ഹെൽപ്പൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാൻ തന്നെ നമ്മുടെ കേക്ക് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കേട്ടോ നമ്മളെല്ലാ സാധനങ്ങളും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ഒരു ജാർ വേണം. പിന്നെ ഇതേപോലത്തെ ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാത്തിൻ്റെ അളവ് എടുക്കുന്നത്, മെഷറിംഗ് കപ്പിലല്ല എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിൽ നിങ്ങൾ എല്ലാത്തിൻ്റെ അളവ് ഇനി എല്ലാത്തിൻ്റെ അളവ് ഈ ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. കാരണം അര കപ്പ് മുക്കാൽ കപ്പൊക്കെ ചേർക്കുമ്പോൾ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ എല്ലാത്തിൻ്റെ അളവ് എടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ കേക്കിലേക്ക് കുറച്ച് നാരങ്ങയുടെ ഈ പുറത്ത ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ, ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഈ കേക്കിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നാരങ്ങ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പുറത്തെ മഞ്ഞ കളർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ള കളർ വന്നിട്ടില്ല, ഇത് എടുക്കരുത്. ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിന് കൈപ്രസം വരും. ഞാനിവിടെ ഈ നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ നാരങ്ങയല്ലോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചെറുനാരങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള് എടുത്തോട്ടെ. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ചിലപ്പോൾ ഈ നാരങ്ങയുടെ ഒരു ചെറിയൊരു ടേസ്റ്റ്, ഒരുപാട് വലിയ ടേസ്റ്റ് ഒന്നും വരുമൊന്നുമില്ല, ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അത്രയ്ക്ക് സ്മെല്ല് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് ചേർത്താൽ മതി. പക്ഷേ ഇത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടം എൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കാണ്. നമുക്ക് അര കപ്പ് പഞ്ചസാര വേണം. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിലാട്ടോ പഞ്ചസാരയുടെ അളവ് എടുക്കുന്നത്. അര കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കണേ. അപ്പോൾ എൻ്റെ പഞ്ചസാര നല്ല പൊടിയായിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തരിയുള്ള പഞ്ചസാരയാണല്ലോ, അപ്പോൾ ഒന്ന് പൊടിച്ചിട്ട് അളവ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുക. ബേക്കിംഗ് പൗഡർ നിങ്ങൾ മെഷറിംഗ് സ്പൂൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷറിംഗ് സ്പൂൺ എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് സ്പൂൺ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പൂൺ ഉണ്ടല്ലോ, ആ സ്പൂണിൽ അര ടീസ്പൂൺ എടുക്കുക. അര ടീസ്പൂണും എക്സ്ട്രാ 1/4 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു മെഷറിംഗ് സ്പൂൺ നല്ലതായിരിക്കും കേട്ടോ, അപ്പോൾ നമുക്കൊരു അളവ് കിട്ടും. അപ്പോൾ 3/4 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല ചേർത്തേക്കുന്നത്. സാധാരണ നമ്മൾ കേക്കിലേക്ക് അങ്ങനെ ചേർക്കാത്ത ഒരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പക്ഷേ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും കേക്കിന് മഞ്ഞളുടെ ഒറ്റ ടേസ്റ്റ് ഒന്നും വരുമെന്നില്ല, കേക്കിന് നല്ല കളർ കിട്ടും. ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഏലക്കായയുടെ ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ കേക്കിലൊന്നും ചേർക്കാറില്ല, പക്ഷേ അങ്ങനെ ഏലക്കായ ചേർത്താലും കുഴപ്പമില്ല. അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർക്കാം. ഈ മുട്ട ഉണ്ട്, നല്ല വലിയ മുട്ട കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വലിയ മുട്ടയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കടയിൽ നിന്നേക്ക് വാങ്ങുമ്പോൾ ഭയങ്കര ചെറിയ മുട്ടയായിരിക്കും. അപ്പോൾ അങ്ങനെ ഭയങ്കര ചെറിയ മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 2 മുട്ട ചേർത്തോട്ടോ, അല്ലെങ്കിൽ അതേപോലെ ഒരു മുട്ട വലിയ മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കാം.
1 കപ്പ് ഓയിൽ ചേർക്കുക. അത് ഏത് ടൈപ്പ് ഓയിലായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ കേക്കിന് ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരുന്നു അത്. ഈ സെയിം കപ്പിൽ തന്നെ 3/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മൈദപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഓയിൽ ചേർത്താൻ തന്നിട്ട്, കാരണം ഇപ്പോൾ ഈ ഗ്ലാസ് കൊണ്ട് വെറ്റായില്ലോ നമ്മൾ ഓയിൽ എടുത്തപ്പോൾ. അപ്പോൾ ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ആ ഗ്ലാസ്സിൽ മൈദപ്പൊടി എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് ആ കറക്റ്റ് അളവ് കിട്ടുക. ഇനി 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കുക. കറക്കിയിട്ട് എടുക്കാൻ മുകളിലുമ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ കറക്റ്റായിട്ടൊരു അളവ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെ കറക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ട് ഇരിക്കുന്നുണ്ടോ. കാരണം നമ്മൾ എടുക്കേണ്ടതൊന്നും മെഷറിംഗ് കപ്പിലല്ലല്ലോ, ഒരു ഗ്ലാസ്സിലാണല്ലോ എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും, ചിലപ്പോൾ ലൂസായിട്ടിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് ടൈറ്റിൽ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ ഈ ബാറ്റർ ലൂസാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഇളം ചൂടുള്ള പാല്, നിങ്ങളുടെ അടുത്ത് ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേബിൾ സ്പൂൺ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ പാല് ചേർക്കാണ്, കാരണം ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. കാരണം മെഷറിംഗ് കപ്പിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ പല ആൾക്കാരും പല അളവിലായിരിക്കുമല്ലോ എടുക്കുന്നത്. മിക്സ് ചെയ്തിട്ട്, കാരണം കേക്കിൻ്റെ ബാറ്റർ ഒരു സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കരുത്. ഇത് ഭയങ്കര ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാലൊഴിച്ചിട്ട് ലൂസാക്കണം. ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ആ പാലൊഴിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ അങ്ങനെ ഇരിക്കണം. വേണ്ട, നമ്മളിങ്ങനെ സ്പൂണും കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ റിബൺ പോലെ ഇങ്ങനെ വീഴണം. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ടാട്ടോ ചെയ്യണത്. ഇതിൻ്റെ ഉള്ളിലും സൈഡിലും കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്ത് വേണമെങ്കിലും തൂത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ബട്ടറാട്ടോ തൂത്ത് കൊടുക്കണേ. ബട്ടറോ നെയ്യോ ഓയിലോ അടിയിലും ഈ പാത്രത്തിൻ്റെ സൈഡിൽ ഫുള്ള് അങ്ങോട്ട് തേക്കണ്ട, കാരണം ഫുള്ളായിട്ട് നമ്മൾ മാവ് ഒഴിക്കണില്ലല്ലോ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിനി ബട്ടർ പേപ്പറൊന്നും വെക്കണില്ല. ബാക്കിയുള്ളത് ഇവിടെ കിടക്കട്ടെ, ഫുള്ള് ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുക, എല്ലായിടത്തും ആക്കുക. പിന്നെ ഈ സൈഡിൽ നമ്മൾ ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്കും ഒന്ന് ആക്കി കൊടുക്കുക ചിരിച്ചിട്ട്. ഇപ്പോൾ സൈഡിലും ഉള്ളിലൊക്കെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊട്ടിക്കളയാം. നമുക്ക് ബട്ടർ പേപ്പർ ഒന്നും വെക്കണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് കേക്ക് മിക്സിങ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സൈഡിലെങ്ങനെ വീണിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തുടച്ചോളാം കേട്ടോ, അത് അവിടെ ഇരുന്നിട്ട് കരിയും. അപ്പോൾ ഈ നമ്മുടെ കേക്കിനെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുക്കർ നന്നായിട്ട് ചൂടാക്കുക. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുമ്പോൾ നന്നായിട്ട് ചൂട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു മിനിറ്റ് മുമ്പ് തന്നെ തീ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ കൂടി ഒന്നും പുകയൊന്നും വരരുത് കേട്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിന് പുകച്ചൊക്കെ വരും. അപ്പോൾ ഇനി ഇതിൻ്റെ അടിയിലേക്ക് ഒരു ബേസ് വെക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് വെക്കുന്നത്. ഇത് ഞാൻ സാധാരണ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുക്കറും ഈ ഇത് തന്നെയാണ്, ഈ കമത്തി വയ്ക്കുന്ന ഈ പാത്രം തന്നെയാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. അപ്പോൾ അതേപോലെ ഒരു ബേസ് വെക്കുക. ബേസ് വെക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ പൊന്തിയത് വെക്കാം. ഇനി ഇതിലേക്ക് കുക്കർ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊന്തിയിരുന്നോട്ടെ കേട്ടോ, ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് വെക്കണ്ട. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബേസ് വെക്കാം. ഇനി നമ്മൾ കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുക്കറിൻ്റെ ഈ മുകളിലെ വിസിൽ മാത്രമേ ഊരിയിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലെ വാഷറൊന്നും മാറ്റണില്ല കേട്ടോ. ഇതെൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ കേട്ടോ. ഇതിനകത്ത് ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നതാണ്. ഉള്ളു നന്നായിട്ട് കഴുകി തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ വരും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് കണ്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ്. പക്ഷേ കുക്കറിനൊരു കുഴപ്പവും വരില്ല കേട്ടോ. അപ്പോൾ കുക്കർ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടച്ച്
സാധാരണ ബർണറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. തീ ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂട്ടി വയ്ക്കരുത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരുപാട് തീ അങ്ങനെ കൂട്ടി വയ്ക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്, നല്ല പൊന്തി, കാണാൻ തന്നെ നല്ല രസമുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ സെൻറ്ററിൽ ഒരു ടൂത്ത് പിക്കോ ഒരു ഈർക്കിളി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരണുണ്ടെങ്കിൽ കേക്ക് വന്നിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന കേക്കിൻ്റെ കളർ ഉണ്ടല്ലോ, അവർ സാധാരണ യെല്ലോ കളർ ആഡ് ചെയ്യും. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റും നല്ല കളറുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് ഞാനിവിടെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാണ്. സൈഡൊക്കെ ഇരിക്കുന്നുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ കേക്ക് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ചെറുതായിട്ട് ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ടുണ്ട്. പക്ഷേ അടിഭാഗമായിരുന്നാലും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ തീ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ കേക്ക് കരിഞ്ഞു പോകട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ചെറുതായിട്ടൊരു കളർ, കരിഞ്ഞെന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല, ചെറുതായിട്ടൊരു കളറ് മാത്രമേ ഒന്ന് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാട്ടോ. കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ കേക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു കേക്ക് എപ്പോഴും അങ്ങനെ ഒരു ദിവസം ഇരിക്കണം, അപ്പോഴായിരിക്കും ആ കേക്കിൻ്റെ ശരിക്കുള്ള ടെക്സ്ചറൊക്കെ ശരിക്കും വരാം. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് കാണാൻ വേണ്ടിയിട്ട് വലിയ ലുക്കൊന്നും ഇല്ലയെന്നുള്ളൂ, പക്ഷെ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക. ഈ കത്തി വയ്ക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ ഇരിക്കുക കേക്ക്. കേക്ക് തണുവാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ് കേക്ക്. അപ്പോൾ നമ്മുടെ കേക്ക് ഞാനിവിടെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്കിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇരിക്കണേണ്ട, കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണ കേക്ക് കേട്ടോ. ഉള്ളിൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. കേക്കിൻ്റെ ചൂടാറിയിട്ടില്ല കേട്ടോ, ഒന്നുകൂടിയും ചൂടാറാനുണ്ട് കേക്ക്. നല്ല കളർ, എന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കണ കേക്കാണ്. അപ്പോൾ ഞാനിവിടെ ഈ സെയിം ബാറ്റർ തന്നെ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കേക്കാട്ടത്. പക്ഷേ ഈ കേക്കിൻ്റെ അടിഭാഗം ഒട്ടും കളറ് മാറിയിട്ടുണ്ടായില്ല, നല്ലൊരു ഗോൾഡൻ കളറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് സെയിം ബാറ്റർ തന്നെയായിരുന്നു, ബട്ടർ പേപ്പർ വയ്ക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയപ്പോൾ തുടക്കത്തിൽ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത് തീ ഇത്തിരി കൂടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തീ കുറച്ച് വെച്ചു. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കേക്കിന് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഈ കേക്കിൻ്റെ അടിഭാഗം മാത്രമേ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഉള്ളിലേക്കൊന്നും അങ്ങോട്ട് കേക്ക് ഒട്ടും കരിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷേ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ അടിഭാഗം ഫുൾ അങ്ങോട്ട് നല്ല കറുത്ത കളർ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കട്ടെ. അപ്പോൾ ഈ കേക്ക് കണ്ട, ഈ കേക്കിൻ്റെ കളറ് നല്ല പെർഫെക്റ്റ് കളറായിരുന്നു. ഇത് ഞാൻ സാധാരണ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ചോറിനാണ് പ്ലേറ്റിൽ വെച്ചിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടി ഇങ്ങനെ പരന്നിട്ടിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് കുഴിയുള്ള മറ്റേ സ്റ്റീലിൻ്റെ അങ്ങനത്തെ പാത്രത്തിലാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ കേക്ക് കുറച്ചും കൂടി നല്ല ഇങ്ങനെ ഒരു കനത്തിൽ വന്നത്. ഇതേപോലെ വരണം കേക്ക്, ഇതേപോലെ വന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ ഇതേപോലെ കേക്ക് ഭയങ്കര ഇങ്ങനെ അധികം ഹൈറ്റില്ലാണ്ട് കേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്.